PSC ചോദിക്കുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും SCERT ബേസ്ഡ് ആണ്. ചില PYQകളും അത് ഏത് SCERT പാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളതും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ, ചർവണകം ആഹാരവസ്തുക്കളെ കടിച്ചു മുറിക്കാൻ, ചർവണകം ആഹാരവസ്തുക്കളെ കടിച്ചു കീറാൻ. ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. പ്രസ്താവന 1: ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു, വാരിയെല്ലിൻ കൂട് ഉയരുന്നു. പ്രസ്താവന 2: ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു, വാരിയെല്ലിൻ കൂട് താഴുന്നു. പ്രസ്താവന 3: ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അഥവാ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തന്നെ ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സ്വയം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ആഹാരം കഴിച്ച ശേഷം വായ വൃത്തിയായി കഴുകിയില്ലെങ്കിൽ ആഹാര അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഈ ആഹാര അവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകൾ പോഷണം നടത്തുകയും തൽഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ വീര്യം കുറഞ്ഞ ആസിഡാണെങ്കിലും ദീർഘകാലം ഇനാമലുമായി പ്രവർത്തിക്കുന്നതിലൂടെ ഈ ലാക്റ്റിക് ആസിഡ് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ: ആഹാരം സ്വീകരിക്കൽ, ദഹനം, ആഗിരണം, സാംശീകരണം, മലവിസർജനം. വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന പേശി നിർമ്മിതമായ കുഴലാണ് അന്നനാളം. അന്നനാള ഭിത്തിയിലൂടെ തരംഗരൂപത്തിലുള്ള ചലനം കാരണം ആഹാരം ആമാശയത്തിലെത്തുന്നത്. ഈ ചലനത്തെ പെരിസ്റ്റാൾസിസ് എന്നാണ് വിളിക്കുന്നത്. ദഹനത്തിൻ്റെ രണ്ടാം ഘട്ടം നടക്കുന്നത് ആമാശയത്തിലാണ്. ഇവിടെ വെച്ച് ഭാഗികമായി ദഹനം നടക്കുന്നു. ആഹാരം ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ ആമാശയത്തിൽ നിലനിൽക്കുന്നു. ആമാശയ ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയ ഭിത്തിയിലുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സഹായിക്കുന്നു. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം ഏകദേശം 5 മുതൽ 6 മീറ്റർ വരെയാണ്. പോഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായ ദഹനം പൂർത്തിയാക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മമായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവയിലൂടെയാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഉളിപ്പല്ല് മുൻവശത്ത് മുകളിലും താഴെയുമായി 4 വീതം ആകെ 8 എണ്ണമാണ് ആഹാരവസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഉളിപ്പല്ല് 8 എണ്ണം കടിച്ചു മുറിക്കാൻ. കോമ്പല്ല് ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശത്തുമായിട്ട് മുകളിലും താഴെയായിട്ട് 2 എണ്ണം വീതം ആകെ 4 എണ്ണം ആഹാരവസ്തുക്കളെ കടിച്ചു കീറാൻ. കോമ്പല്ല് 4 എണ്ണമാണ് ആകെയുള്ളത് കടിച്ചു കീറാൻ. അഗ്രചർവണകം കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലുമായി മുകളിലും താഴെ 4 വീതം ആകെ 8 എണ്ണം ആഹാരവസ്തുക്കളെ ചവച്ചരയ്ക്കാൻ. അഗ്രചർവണകം ആകെ 8 എണ്ണം ചവച്ചരയ്ക്കാൻ. ചർവണകം ചർവണകത്തിന് പിന്നിലായിട്ട് മുകളിലും താഴെയായിട്ടും 6 എണ്ണം വീതം ആകെ 12 എണ്ണമാണ് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. സോ അഗ്രചർവണകവും ചർവണകവും ആഹാരവസ്തുക്കളെ ചവച്ചരയ്ക്കാനാണ്. അഗ്രചർവണകത്തിൽ 8 എണ്ണമാണ് ആകെയുള്ളത്, ചർവണകത്തിൽ 12 എണ്ണവും. ഉളിപ്പല്ല് 8 എണ്ണം അത് കടിച്ചു മുറിക്കാനാണ്. കോമ്പല്ല് 4 എണ്ണം അത് കടിച്ചു കീറാനാണ്. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും താഴേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. വായുവിൻ്റെ സഞ്ചാരം അന്തരീക്ഷവായു ഉള്ളിലേക്ക് കടക്കുന്നു. നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു അഥവാ മുകളിലോട്ട് ഉയരുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു. വായു പുറത്തേക്ക് പോകുന്നു. വായു ശ്വസന വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ക്രമം: ആദ്യം നാസാദ്വാരം,
അതിനുശേഷം ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായുവറ. നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായുവറ. ഉത്പതനം. ചില ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറുന്നുണ്ട്. ഈ പ്രക്രിയയാണ് ഉത്പതനം. ഇത്തരം വസ്തുക്കളെ തണുപ്പിച്ചാൽ വാതകത്തിൽ നിന്ന് നേരിട്ട് ഖരമായി മാറുകയും ചെയ്യുന്നു. ഇതിനുള്ള ഉദാഹരണമാണ് കർപ്പൂരം, നാഫ്തലീൻ, അയഡിൻ, അമോണിയം ക്ലോറൈഡ്. ഉത്പതനത്തിന് ഉദാഹരണങ്ങളാണ് കർപ്പൂരം, അയഡിൻ, നാഫ്തലീൻ, അമോണിയം ക്ലോറൈഡ്. ഇനി നമുക്ക് തിരിച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ലാക്റ്റിക് ആസിഡ്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട്: ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രമാണ് ശരി. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. പുളിപ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ച് മുറിക്കാനാണ്. ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാനാണ്. ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു. വാരിയെല്ലിൻ കൂട് ഉയരുന്നു. ഔരാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നു. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത്. ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളായി മാറ്റുന്നു. അത് ദഹനവ്യവസ്ഥയുടെ ഒരു പ്രവർത്തനമാണ്. പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പോഷകങ്ങൾ എത്തുന്നത്. അതും ഒരു പ്രവർത്തനമാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. അതെ, അതും പ്രവർത്തനമാണ്. എന്നാൽ ശരീര താപനില നിയന്ത്രിക്കുന്നു എന്നത് പ്രവർത്തനമല്ല. അപ്പോൾ നമ്മുടെ ശരിയായ ആൻസർ, അതായത് മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലാത്തത്, ഓപ്ഷൻ സി ആണ്. ശരീര താപനില നിയന്ത്രിക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏതാണ്? ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. അത് ശരിയായ ആൻസർ ആണ്. വില്ലസുകൾ കാണപ്പെടുന്നത് ചെറുകുടലിലാണ്. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗവും ചെറുകുടലാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ.